നമസ്കാരം. ന്യൂസ് 4ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണങ്ങളിൽ വയനാട്ടിൽ ജനരോഷം ആളിക്കത്തുന്നു. പോളിന്റെ മൃതദേഹവുമായി പാക്കത്തെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ. പുൽപ്പള്ളിയിൽ ജനപ്രതിനിധികൾക്ക് നേരെ കുപ്പിയേറ്. പുതുപ്പള്ളി പഞ്ചായത്തിൽ ഇന്നും നാളെയും നിരോധനാജ്ഞ. കാട്ടാന ആക്രമണത്തിൽ മരിച്ച പോളിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം. 5 ലക്ഷം ഇന്ന് കൈമാറും. മകളുടെ പഠനം സർക്കാർ ഏറ്റെടുക്കുമെന്നും പ്രഖ്യാപനം. സർക്കാരിനും വനമന്ത്രിക്കും നിഷ്ക്രിയ മനോഭാവമെന്ന് പ്രതിപക്ഷം. തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് SFI പോപ്പുലർ ഫണ്ട് കൂട്ടുകെട്ടെന്ന് ഗവർണർ. നിലമേലിൽ അറസ്റ്റിലായതിൽ 7 പേർ പോപ്പുലർ ഫണ്ട് പ്രവർത്തകരെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. നിരോധിത സംഘടനയെ ഉപയോഗിച്ച് സർക്കാർ വേട്ടയാടുന്നുവെന്നും ആരോപണം. ഗവർണർക്ക് നേരെ തിരുവനന്തപുരത്ത് SFIയുടെ കരിങ്കൊടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള CPM സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണ. KK ശൈലജ, K രാധാകൃഷ്ണൻ, തോമസ് ഐസക് എന്നിവർ കളത്തിലേക്ക്. കൊല്ലത്ത് മുകേഷിനെയും പാലക്കാട് A വിജയരാഘവനെയും പരിഗണിക്കുന്നു. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയാകും. US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് $355 മില്യൺ പിഴ ചുമത്തി ന്യൂയോർക്ക് കോടതി. നടപടി ബിസിനസ് വഞ്ചന കേസിൽ. ന്യൂയോർക്കിൽ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിൽ 3 വർഷത്തേക്ക് വിലക്ക്. അപ്പീൽ നൽകുമെന്ന് ട്രംപ്. വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. പോളിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകാനും കുട്ടികളുടെ പഠന ചെലവും കടബാധ്യതയും ഏറ്റെടുക്കാനും തീരുമാനമായി.